ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനം വിലാപങ്ങൾ 3-ാം അധ്യായം 24-ാം വാക്യം. വിലാപങ്ങൾ 3-ാം അധ്യായം 24-ാം വാക്യം. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. നാം എന്തുകൊണ്ടാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത്? നാം എന്തുകൊണ്ടാണ് ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നത്? ദൈവം നമ്മുടെ ഓഹരി, ദൈവം നമ്മുടെ അവകാശം. അതുകൊണ്ടാണ് നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത്. ഈ വചനം പറയുന്നു, യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് നമുക്കുള്ളം കൊണ്ട് പറയാൻ കഴിയണം. ദൈവമാണ് എൻ്റെ ഓഹരിയും എൻ്റെ അവകാശവും എൻ്റെ സർവസ്വമെന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് സാക്ഷിക്കാനായി കഴിയണം. അങ്ങനെ ഉള്ളം കൊണ്ട് ദൈവം എൻ്റെ ഓഹരി എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ പ്രത്യാശ വച്ച് പ്രതീക്ഷ അർപ്പിച്ച് ജീവിതത്തെ നയിക്കാനായി കഴിയും. ഈ വചനം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ദൈവമാണ് നമ്മുടെ ഓഹരിയും അവകാശവും. അത് പുറമേ പറയുകയല്ല, ഉള്ളം കൊണ്ട് പറയണം, ദൈവമാണ് എൻ്റെ ഓഹരിയും എൻ്റെ അവകാശവും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു എന്നുള്ള സാക്ഷ്യത്തോടും ധൈര്യത്തോടും ജീവിതയാത്ര നമുക്ക് മുന്നോട്ട് നയിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഓഹരിയും ഞങ്ങളുടെ അവകാശവും ഞങ്ങളുടെ സർവസ്വമായിരിക്കുന്ന കർത്താവും ദൈവവും ആയുള്ളവേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന വിലയേറിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, ഇന്നിടപെടുന്ന എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, എല്ലാ യാത്രകളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും അനുഭവിച്ചറിയുന്നതിന് കർത്താവ് സഹായിക്കണം. ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് ഉള്ളം കൊണ്ട് സാക്ഷിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് സന്തോഷമായി അനുഗ്രഹീതമായി ജീവിതത്തെ നയിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ഓരോ കുടുംബങ്ങൾക്കായി, ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം ദൈവം നൽകണമേ. വിദേശത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഭദ്രമായി കർത്താവ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കണം. കർത്താവെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും കൂടെയുള്ള ദൈവത്തെ മുറുകെ പിടിച്ച്, കൂടെയുള്ള ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കരുത്ത് പകരണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.